ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോളോടോക്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിൻ ഇൻഫോ പാർക്ക് പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജോബ് വേക്കൻസീസിനെ കുറിച്ചാണ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും നിരവധി ജോബ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കമ്പനി വരുന്നത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൺസൾട്ടൻസി സർവീസസ് എന്ന കമ്പനിയാണ്. ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രഷർ എന്ന പോസ്റ്റിലേക്കാണ്. ഇത് ഫ്രഷേഴ്സിനും 6 മന്ത് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിന് സ്പെഷ്യലായിട്ട് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല. സ്കില്ല് പറയുന്നുണ്ട് SEO, സോഷ്യൽ മീഡിയ, ഗൂഗിൾ ആഡ്വേർഡ്സ്, ഗൂഗിൾ അനലിറ്റിക്സ്, അഡ്വർടൈസിങ് ക്യാമ്പയിൻസ്, ഇത്രയാണ് സ്കില്ല് പറയുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് jobsfile.steppingstone@gmail.com എന്ന മെയിൽ ID നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 31 ആണ്. ഈ ഒരു സെയിം കമ്പനിയിലേക്ക് ആംഗുലർ ഡെവലപ്പറുടെ പോസ്റ്റിലേക്ക് കൂടി വേക്കൻസി വന്നിട്ടുണ്ട്. ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുള്ള വേക്കൻസി ആണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് BTech, MCA, MSc or ഡിപ്ലോമ ഇൻ CS. കാൻഡിഡേറ്റ്സിന് ആംഗുലർ, ടൈപ്പ് സ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ്, CSS, HTML5, JSON, ബൂട്ട്സ്ട്രാപ്പ് എന്നിവയിലൊക്കെ നല്ല നോളജും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജാവ, റിയാക്ട് JS തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് കൂടി ഉണ്ടായിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് jobs9.steppingstone@gmail.com എന്ന മെയിൽ ID നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കൂടി മെൻഷൻ ചെയ്ത് അപ്ലൈ ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് February 1 ആണ്. സെക്കൻഡ് കമ്പനി വരുന്നത് iLive സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത് HR മാനേജറുടെ പോസ്റ്റിലേക്കാണ്. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുള്ള വേക്കൻസി ആണ്. പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ HR, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് HR മാനേജറായിട്ടോ അല്ലെങ്കിൽ സിമിലർ റോളിലോ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. HR പ്രാക്ടീസസ്, ലേബർ ലോസ്, റെഗുലേഷൻസ് എന്നിവയിലൊക്കെ ഡെപ്ത് നോളജ് ഉള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. സ്ട്രോങ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ടീം മാനേജ്മെൻറ്റ് സ്കില്ലുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് റിക്രൂട്ട്മെൻറ്റ്, ജനറൽ ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ് ആൻഡ് ടീം ഹാൻഡ്ലിംഗ്, പേറോള്, എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് careers@iLiveSolution.com എന്ന മെയിൽ ID നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 30 ആണ്. നെക്സ്റ്റ് കമ്പനി വരുന്നത് മാഷപ്പ് ടെക് എന്ന കമ്പനിയാണ്. ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കമ്പനി സെലക്ട് ചെയ്യുന്നത്. ഫ്രഷേഴ്സിനുള്ള വേക്കൻസിയാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബിസിനസ്സിലോ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിലോ ബാച്ചിലർ ഡിഗ്രിയുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പോസ്റ്റിലേക്കുള്ള സ്കില്ല് പറയുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽ, എക്സലന്റ് നെഗോഷിയേഷൻ ആൻഡ് പ്രസന്റേഷൻ സ്കിൽ, ഗോൾ ഓറിയന്റഡ് വിത്ത് എ ഫോക്കസ് ഓൺ അച്ചീവിങ് സെയിൽസ് ടാർഗറ്റ്സ്. ഇത്രയാണ് സ്കില്ല് പറയുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് careers@mashuptech.in എന്ന ID അല്ലെങ്കിൽ mashuptechindia@gmail.com എന്ന ID നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 31 ആണ്. ഫോർത്ത് കമ്പനി വരുന്നത് അമിയോൺ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ഡെവലപ്പറുടെ പോസ്റ്റിലേക്കാണ്. ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുള്ള വേക്കൻസി ആണ്. ഒന്നോ അതിൽ കൂടുതലോ ഇയർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു പോസ്റ്റിന് സ്പെഷ്യലായിട്ട് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല. എന്നാൽ സ്കിൽസും റെസ്പോൺസിബിലിറ്റീസും പറയുന്നുണ്ട്. സ്കിൽസ് വരുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, JSON പാഴ്സിംഗ് ആൻഡ് API കൺസെപ്ഷൻ, ബേസിക് ബാക്ക്-എൻഡ് നോളജ് ഓൺ SQL or SQLite, നോളജ് ഇൻ OOPS, REST API, XML ആൻഡ് UI. ഇത്രയൊക്കെയാണ് സ്കിൽസ് പറയുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അസിസ്റ്റിംഗ് UI ഡിസൈനിങ് ബൈ ഗിവിംഗ് സജഷൻ ആൻഡ് ഫീഡ്ബാക്ക്, ഡെവലപ്പ്, ഡോക്യുമെന്റ് ആൻഡ് ഡിപ്ലോയ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. അതിന് ഷുഡ് ഹാവ് ഗുഡ് ലേണിംഗ് കപ്പാസിറ്റി. കാൻഡിഡേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ഡൈനാമിക് ആൻഡ് സ്മാർട്ട് വർക്കിംഗ് ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ്.
ഇത്രയൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് പറയുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് HR@amion.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി മെൻഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 15th ആണ്. നെക്സ്റ്റ് കമ്പനി വരുന്നത് ട്യൂട്ടർകോം ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇവിടെ ഒരു HR ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് വരുന്നത്. 3 month ഇന്റേൺഷിപ്പ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റർ ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർ സ്റ്റഡിയിങ് ടുവേർഡ്സ് എ ഡിഗ്രി ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർ റിലേറ്റഡ് ഫീൽഡ്. അതായത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിനും ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സ്കില്ല് പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, എക്സലന്റ് കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്, the ability to work as part of a team, strong analytical and problem solving skill, excellent administrative and organization skill, detail oriented, proactive and willingness to learn. ഇതൊക്കെയാണ് സ്കിൽസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു ഇന്റേൺഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ HR@tutorcom.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 16th ആണ്. നെക്സ്റ്റ് വേക്കൻസി വരുന്നത് വർക്ക്സ് ആൻഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ വിഷ്വൽ ഡിസൈനറുടെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് 6 month to 2 year എക്സ്പീരിയൻസ് ഉള്ള, അതായത് ഡിസൈനിങ്ങിലൊക്കെ ഇന്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള 6 month എക്സ്പീരിയൻസ് തൊട്ട് 2 year എക്സ്പീരിയൻസ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഗ്രാഫിക് ഡിസൈൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഓർ റിലേറ്റഡ് ഫീൽഡാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് സ്കെച്ച്, അഡോബ് ക്രിയേറ്റ് സ്യൂട്ട്, ഫിഗ്മ തുടങ്ങിയ ഡിസൈനിങ് സോഫ്റ്റ്വെയർസിൽ നോളജ് ഉണ്ടായിരിക്കണം. ഒപ്പം യൂസർ സെൻറ്റേർഡ് ഡിസൈൻ പ്രിൻസിപ്പളിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാൻഡിഡേറ്റ്സിന് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൊളാബറേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് careers@worksen.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 12th ആണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് പ്ലാനറ്റ് മീഡിയ ഇന്ത്യ എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത് UI ഡെവലപ്പറുടെ പോസ്റ്റിലേക്കാണ്. ഈ ഒരു പോസ്റ്റിന് സ്പെഷ്യലായിട്ട് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണിത്. സ്കിൽസ് പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട്സ്ട്രാപ്പ് എന്നിവയിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഒപ്പം ഫിഗ്മ, വേർഡ്പ്രസ് തുടങ്ങിയവയിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് HR@planetmedia.in എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 31st ആണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് റോഗസ് ഓഫ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ PHP ഡെവലപ്പറുടെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ IT ഓർ CS ആണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് 7 CGPO അല്ലെങ്കിൽ 70% മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാൻഡിഡേറ്റ്സിന് PHPയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. PHP ലറാവൽ അല്ലെങ്കിൽ കോർഡിനേറ്റർ ഫ്രെയിംവർക്ക്, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, ജാക്വറി, അജാക്സ്, HTML, CSS, ബൂട്ട്സ്ട്രാപ്പ്, MySQL ഡാറ്റാബേസ്, oops കോൺസെപ്റ്റ് എന്നിവയിലൊക്കെ നല്ല നോളജുള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. ഒപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾഡ് ആണ്. January 10th ആണ്, 2024 January 10th ആണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സോ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ടത് info@rogosoftechnologies.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻഫോ പാർക്കിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജോബ് വേക്കൻസീസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളുടെ കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്